ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പേരിലുള്ള പ്രോപ്പർട്ടി വിലയാധാരം വാങ്ങിച്ചു എന്ന് വെച്ചോളൂ. പക്ഷെ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവാണ് എങ്കിൽ ഭാര്യ എന്നുള്ള പേര് മാത്രം, അതായത് ഒരു ട്രസ്റ്റി, ഭർത്താവും തിരിച്ചും അങ്ങനെ ആവാം കേട്ടോ, ട്രസ്റ്റി എന്നുള്ള നിലയിൽ മാത്രം ഭാര്യയുടെ പേര് അതിനകത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് ഭർത്താവിന് ഡിക്ലറേഷൻ ചോദിച്ച് തിരിച്ചെടുക്കുക. അതേപോലെ ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കല്യാണ സമയത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം അവളുടെയും അവളുടെ ഭർത്താവിൻ്റെയും പേരിൽ ധനനിശ്ചയാധാരം എഴുതി കൊടുത്തു. പക്ഷേ അവരുടെ കല്യാണ സമയത്താണ് ഞാൻ എഴുതി കൊടുത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ മാരിറ്റൽ ഡിസ്പ്യൂട്ടായി, കുറച്ച് കഴിഞ്ഞിട്ട് അത് പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അവൾക്ക് ആ ഭർത്താവിൻ്റെ പേര് അതിനകത്തുനിന്ന് ഒഴിവാക്കാം. എൻ്റെ അമ്മ അത് തന്നത് അയാൾ ഭർത്താവ് എന്നുള്ള ഒരു പരിഗണനയിൽ അല്ലെങ്കിൽ ഒരു അഫക്ഷനിൽ ഒരു ലവിൽ മാത്രമാണ്. പക്ഷെ മാരിറ്റൽ ഡിസ്പ്യൂട്ട് വന്നു, നമ്മൾ തമ്മിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, സോ അത് എനിക്ക് തിരിച്ചു വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ കോടതി ഉറപ്പായിട്ടും ഡിക്ലറേഷൻ ചെയ്ത് കൊടുക്കും. ടൈറ്റിൽ പൊസഷൻ എല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മോളുടെ പേരിലാണെങ്കിൽ മോളുടെ പേരിലോട്ട് കൊടുക്കും.